ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ദുബായിലായിരുന്നു. ബിസിനസ് ആവശ്യത്തിന് പോയതാണ് ദുബായിൽ. അപ്പോൾ ദുബായി പോയതും ഒരു 2 ഇൻസിഡന്റുകൾ ഞാൻ ചേർത്ത് വെച്ച് പറയാം. അപ്പോൾ ഞാൻ ദുബായ് പോകുന്ന സമയത്ത് ദുബായിലെ ഒരു സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു പയ്യൻ നേരത്തെ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അയാളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് അദ്ദേഹം പറയുന്ന രീതിയിൽ നല്ലപോലെ പോകുന്നുണ്ട്. അദ്ദേഹത്തിന് അത് വിപുലീകരിക്കാനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അതിനുവേണ്ടിയല്ല പോയത്, ഞാൻ എൻ്റെ ബിസിനസ്സുകൾക്കായിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അതൊന്ന് വിസിറ്റ് ചെയ്ത് തരാം, നമുക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ കരുതി. അപ്പം ഞാനവിടെ ചെന്നു, ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഗതി, ഈ വ്യക്തിക്ക് ഈ പണം, അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് ഇത്രയും മാത്രം അറിയാം, കുറച്ച് കാശുണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടെ വലിയ രീതിയിൽ ഈ ബിസിനസ്സിനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വളർത്താം എന്നുള്ളത്. അപ്പം ഞാനൊരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഈ പണം തരികയാണെങ്കിൽ എനിക്ക് കിട്ടാവുന്ന റിട്ടേൺ എന്താണ്? അത് എക്സാക്ട് പറയണ്ട, നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച്, പ്ലാൻ അനുസരിച്ച് പറയാമോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ പണം എന്തിനൊക്കെ ഉപയോഗിക്കാൻ പോകുന്നു? ആ രീതിയിൽ ബിസിനസ്സിന് എങ്ങനെ വളർച്ച ഉണ്ടാകും? ഇതിനൊക്കെ ചോദിക്കാം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഞാൻ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ കാശ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഭയങ്കര പ്ലാനൊക്കെ ഞാൻ അപ്പോൾ ഉണ്ടാക്കും. നിങ്ങൾ ക്യാഷ് തരാമെങ്കിൽ ഞാൻ ഭയങ്കര പ്ലാൻ ഉണ്ടാക്കി ഭയങ്കര ബിസിനസ് ഉണ്ടാക്കി തരാമെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആസ് എ ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ആസ് എൻ ഇൻവെസ്റ്റർ എനിക്കത് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. ഞാൻ ഓക്കെ ശരി നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ ബൈ ബൈ പോകുന്നു. പിന്നെ അദ്ദേഹം അയച്ച മെസ്സേജുകൾക്കൊന്നും ഞാൻ റിപ്ലൈ ചെയ്തുമില്ല. അപ്പം ഞാൻ പറയാൻ വന്നത്, ദുബായിൽ പോയപ്പോൾ ഞാൻ കണ്ട മറ്റൊരു കാഴ്ചയാണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ ബുർജ് ഖലീഫ. ഞാനവിടെ അതിനടുത്തൊരു ക്ലബ്ബിൽ പോയിരുന്നു. 53ാമത്തെ നിലയിൽ മറ്റൊരു ബിൽഡിങ്ങിൽ നിന്നുകൊണ്ട് ഞാൻ ബുർജ് ഖലീഫ രാത്രിയിൽ കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമായിരുന്നു. അപ്പം ഞാൻ ഈ വ്യക്തിയെയും മീറ്റ് ചെയ്ത അതേ രാത്രിയാണ് ഞാൻ ഈ ക്ലബ്ബിൽ പോയത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യം, ഈ ബുർജ് ഖലീഫ എങ്ങനായിരിക്കും ഉണ്ടായത്? അത് കുറെ കാശ് കയ്യിൽ വന്നപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? അതോ ഒരാളുടെ മനസ്സിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഉണ്ടാക്കണം, അതിൽ ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാകണം, ഇത്ര നില ഉണ്ടാകണം, ഒരു സ്വപ്നമല്ലേ ആദ്യം ഉണ്ടായത്? ഒരാൾക്ക് ആദ്യം ഒരു സ്വപ്നം ഉണ്ടായി മനസ്സിൽ, അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ടായി. ആ ചിന്തയിൽ നിന്ന് പിന്നെ അത് ഡെവലപ്പ് ചെയ്തു, ഇത് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്റ്റുമായിട്ട് സംസാരിച്ചു. അതിനുശേഷമല്ലേ അതിൻ്റെ ഫണ്ടിങ്ങിലേക്ക് വരുന്നത്. ആദ്യം നമുക്ക് മനസ്സിലൊരു പ്ലാൻ വേണം, ഒരു സ്വപ്നം വേണം, അത് എങ്ങനെ മുന്നോട്ട് പോകണം, ഫ്യൂച്ചറിനെ കുറിച്ചൊരു ചിന്ത വേണം, അത് എങ്ങനെ ആക്കിയെടുക്കണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. ആ ഐഡിയ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തുക. അതിനുശേഷം അതിനൊരു ബഡ്ജറ്റ് തയ്യാറാക്കുക. അതിനുശേഷം നമുക്ക് സ്വാഭാവികമായിട്ടും അതിനുശേഷമല്ലേ നമുക്ക് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിലേക്കും, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്, അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്ററിൻ്റെ അടുക്ക ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ടാവും, ധാരാളം ഉണ്ടാവും. കാരണം ആ ഇൻവെസ്റ്ററിന് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്ററിന് ഞങ്ങൾ എന്താണ് നൽകാൻ പോകുന്നത്, നിങ്ങളുടെ പണത്തിൻ്റെ മൂല്യം എങ്ങനെ ഞങ്ങൾ തിരിച്ചു തരും, ഇതൊക്കെ നമുക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് ഇൻവെസ്റ്ററെ കിട്ടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അതല്ലാതെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം മാത്രമല്ല, പണം വരട്ടെ, പണം വന്നു കഴിഞ്ഞ് ഞാൻ സ്വപ്നങ്ങൾ കാണാം, പണം വന്നു കഴിഞ്ഞ് ഞാൻ പ്ലാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പണം വരിക എന്ന് പറയുന്നത് ലോട്ടറി അടിച്ചാൽ പോലും ഒരുപക്ഷെ നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല. കാരണം ആദ്യം നമുക്കൊരു വിഷൻ വേണം. ആ വിഷൻ ഇല്ലാത്ത ഒരാൾക്ക് കൊണ്ടുവന്ന് പണം തരാനോ, ആ വിഷൻ ഇല്ലാത്ത ഒരു വിഷണറി അല്ലാത്ത ഒരു ബിസിനസ്സിൽ കാശിറക്കാനോ ഞാൻ തയ്യാറാവുകയില്ല. മാത്രമല്ല, ആ തയ്യാറാകുന്നവൻ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. I am Dr. Soni Manidan, India's first Dreampreneur mentor. Be a part of Dreampreneur's community. Life never be the same again.